പേരൂർക്കട ജില്ലാ ആശുപത്രി വളപ്പിനുള്ളിൽ കുട്ടിയെ നായ കടിച്ചു. മലയൻകീഴ് സ്വദേശി ഷാജിയുടെ മകൻ എൽവിൻ എന്ന 4 വയസ്സുകാരനാണ് പട്ടിയുടെ കടിയേറ്റത്. പ്രതിഷേധവുമായി കുടുംബം രംഗത്ത്. ഒത്തിരി കുട്ടികൾ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്നു പോകുന്നതാണ്, വലിയവരും പോകുന്നതാണ്. അതുകൊണ്ട് ഈ പട്ടികളുടെ കാര്യത്തിൽ തെരുവ് നായ്ക്കളാണ്. നമ്മൾ വീട്ടിലെടുത്ത് വളർത്തുന്ന പട്ടികളായാൽ പോലും നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് തന്നെ അതിനെ വളർത്തേണ്ടതാണ്. അല്ലെങ്കിൽ അതും നമുക്ക് വീട്ടുകാർക്ക് തന്നെ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ പൊതുവിൽ ഇത്രയും പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രകോപനം ഇല്ലാതെയാണ് കൊച്ചിനെ ഇതുപോലെ കടിച്ചത്. പ്രതീക്ഷ വരെയാണ്. അവ എപ്പോഴും ഇവിടെ നിൽക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇവരാരും നമുക്ക് ഒന്നും തരത്തില്ല. നമുക്കുള്ള നഷ്ടം നമ്മൾ തന്നെ സഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് പട്ടിയെ ആക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ നിന്നുള്ള അതിൻ്റെ അധികൃതരായിട്ടുള്ളവർ ചെയ്തു തരണം. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേർന്നത്. നൗഫൽ, ഇത്തരത്തിൽ ആശുപത്രിക്ക് അകത്താണ് കുട്ടിക്ക് തെരുവുനായയുടെ ആക്രമണമേക്കുന്നത്. ഇതിലടക്കം കുടുംബമടക്കം പ്രകോപിതരാണ്. ഈ ഒരു ആക്രമണത്തിൽ ആശുപത്രിക്ക് അകത്തും രക്ഷയില്ല എന്നൊരവസ്ഥയാണെന്നാണ് പ്രതികരണം അടക്കം വരുന്നത്. വിവരങ്ങൾ പേരൂർക്കട ജില്ലാ ആശുപത്രിക്കകത്ത് ഇന്ന് രാവിലെ ഒരു 10:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് മലയൻകീഴ് അന്തിയൂർക്കോണം സ്വദേശിയായിട്ടുള്ള ഷാജി എന്നയാളുടെ മകൻ 4 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് എൽവിൻ എന്ന ഒരു ബാലനാണ് ഇത്തരത്തിൽ പട്ടിയുടെ കടിയേറ്റത്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഈ നായയുടെയൊക്കെ ശല്യം കാരണം പലരും അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതിനാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും മേയറും ഒക്കെ പറയുന്നത് കൃത്യമായി ഷെൽട്ടർ ഹോമിലേക്ക് നായകളെ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ജില്ലാ ആശുപത്രിക്കുള്ളിൽ ഇത്തരത്തിലൊരു അനാസ്ഥയുണ്ടാകുന്നത്, പിഞ്ച് ബാലന് കടിയേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ കാണാം, തെരുവ് നായയുടെ ശല്യം കാരണം അല്ലെങ്കിൽ അത് ഉദ്ബോധനം നൽകുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ വെച്ചാണ്, ഈ പരിസരത്തിൽ വെച്ചാണ് കടിയേറ്റത് എന്നുള്ളതൊരു ഒരു കൗതുകകരമായ കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങൾ കുഞ്ഞിൻ്റെ കാലിൽ തുടയുടെ ഭാഗത്താണ് ഈ പട്ടിയുടെ കടിയേൽക്കുന്നത്. അതായത് ഈ പറയുന്ന ഷാജിയുടെ മകൻ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ രണ്ടാമത്തെ ഡെലിവറിയുമായി ഇവിടെ പേവാർഡിൽ കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് സ്വാഭാവികമായും ഈ പരിസരത്തൊക്കെ കളിക്കുകയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അപ്പോഴാണ് പട്ടിയുടെ കടിയേൽക്കുന്നത്. വലിയ പ്രതിഷേധവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികരണങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാം. അതായത് ഇത് സംഭവിക്കുമ്പോൾ വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഇതിന് 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ വിവരങ്ങളുമായി ചേർന്നത്.